ഹായ് മെല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള അക്കൗണ്ട് കോഡിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2022 ജൂലൈ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ആയാലും ഇനി അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ആയാലും അല്ല എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് ആയാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതിനകം തന്നെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതുപോലെ എൻ്റെ വീഡിയോ ലെസൺസ് കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ, അതുപോലെ കേരള സർവീസ് റൂൾസ്, കേരള ട്രഷറി കോഡ്, കേരള അക്കൗണ്ട് കോഡ്, അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ്, അതുപോലെ കേരള ബജറ്റ് മാനുവൽ, ഇതിൻ്റെയൊക്കെ വീഡിയോ ലെസൺസ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, ലീവ് ട്രാവൽ കൺസെഷൻ കംസ് അണ്ടർ ദ ഹെഡ് ഓഫ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രാവലിംഗ് എക്സ്പെൻസസ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെഡ് ഈസ് യൂസ് ഫോർ റെക്കോർഡിംഗ് ദ എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് ലാൻഡ് ബൈ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ജനറൽ പർപ്പസ്. അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, 2059 പബ്ലിക് വർക്ക്സ് അതർ എക്സ്പെൻഡിച്ചർ ബാർ 4059 ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ പബ്ലിക് വർക്ക്സ്. ഹെഡ് ഓഫ് അക്കൗണ്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നാലാമത്തെ ചോദ്യം, the receipts and payment of money on behalf of a state outside its jurisdiction are ordinarily arranged through the dash of the state in which transaction takes place. ഇത് അറേഞ്ച് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ ത്രൂ ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, which one of the following is not a part of government accounts? ഓപ്ഷൻ എ, റവന്യൂ അക്കൗണ്ട്. ആറാമത്തെ ചോദ്യം, ആനുവൽ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ. ഏഴാമത്തെ ചോദ്യം, എക്സ്പെൻഡിച്ചർ ഓൺ പെറ്റി കൺസ്ട്രക്ഷൻസ് ആൻഡ് റിപ്പയേഴ്സ് ഓഫ് എ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇഫ് ദ എമൗണ്ട് ഈസ് നോട്ട് എക്സീഡിംഗ് ₹1000 ഈസ് കോൾഡ്. അതിനാണ് നമ്മൾ കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, the amount write-off by the accountant general should be reported to. Option B ആണ് എൻ്റെ correct answer, controller and auditor general. ഒൻപതാമത്തെ ചോദ്യം, for the purpose of inter-departmental payment the departments of a government shall be divided into. ഓപ്ഷൻ എ ആണ്, രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പത്താമത്തെ ചോദ്യം, the expenditure on printing of office codes and manuals and other documents comes under the standard detail head of. അതിൻ്റെ ഡീറ്റെയിൽ ഹെഡ് വരുന്നത് പബ്ലിക്കേഷൻസ് എന്നാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. പതിനൊന്നാമത്തെ ചോദ്യം, ഇൻട്രസ്റ്റ് റെസീപ്റ്റ്സ്, ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ യൂഷ്വലി അക്കൗണ്ടഡ് ഇൻ. ഓപ്ഷൻ എ, കൺസോളിഡേറ്റഡ് ഫണ്ട്. പന്ത്രണ്ടാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്. അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട്സിൽ തെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ്. The errors may be corrected at any time after the accounts of the year are closed, but a suitable note of the error is recorded against it. പതിമൂന്നാമത്തെ ചോദ്യം, transactions with other government and account circles are described in dash. Option A, controller and auditor general's account code. പതിനാലാമത്തെ ചോദ്യം, if an amount is stolen from a government department before reaching treasury, the treatment of such amount is. Option A and the correct answer, it should be treated as a receipt in consolidated fund or public account and then treated as loss in expenditure side. പതിനഞ്ചാമത്തെ ചോദ്യം, പേയ്മെന്റ് ഓഫ് ലീവ് സാലറി ആൻഡ് അലവൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഏൺഡ് ലീവ് സറണ്ടേർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ഓൺ ഡെപ്യൂട്ടേഷൻ ടു ദ സെൻട്രൽ ഗവൺമെന്റ് വിൽ ബി ദ ലയബിലിറ്റി ഓഫ് ഡാഷ്. അത്തരം സന്ദർഭങ്ങളിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ലയബിലിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. പതിനേഴാമത്തെ ചോദ്യം, ഇൻട്രൊഡക്ഷൻ ഓഫ് എനി ന്യൂ മേജർ ഹെഡ് ഓർ മൈനർ ഹെഡ് ഓർ അബോളിഷൻ ഓർ ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് ഹെഡ് ഷാൽ റിക്വയർ ദ അപ്രൂവൽ ഓഫ് ഡാഷ്. അത് ഓപ്ഷൻ ബി ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ അപ്രൂവലാണ് ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടത്. ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണത്, വളരെ ശ്രദ്ധിക്കുക. പതിനെട്ടാമത്തേത്, ട്രാവലിംഗ് അലവൻസ് ആൻഡ് ഡെയിലി അലവൻസ് പെയ്ഡ് ടു ഓഫീസേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ആസ് മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് set up by the government of India are governed by. Option A ആണ് കറക്റ്റ് ആൻസർ, സ്ട്രേറ്റ് റൂൾ. പത്തൊമ്പതാമത്തേത്, മേജർ ഹെഡ് ഹാസ് എ 4-digit ഡാഷ് കോഡ്. അറബിക് നമ്പറാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇരുപതാമത്തെ ചോദ്യം, ദ മേജർ ഹെഡ്സ് ഇൻ ദ പബ്ലിക് അക്കൗണ്ട്സ് ആർ അസൈൻ കോഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം.
8001 8001 ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 22ാമത്തെ ചോദ്യം ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് ഗവേൺഡ് ബൈ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 246 വരുന്നത്. 23ാമത്തെ ചോദ്യം which article of the Indian Constitution permit the state to borrow funds from within the territory of India? Option C, Article 293. 24ാമത്തെ ചോദ്യം annual financial statement is commonly known as option D, budget. ഒത്തിരി വട്ടം ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 25ാമത്തേത് the salary of controller and auditor general is equal to the salary of option A, the judge of the Supreme Court. 26ാമത്തെ ചോദ്യം the authority for controller and auditor general to lay down general principles of government accounting is derived from option B ആണത് section 23 of controller and auditor general's DPC Act 1971. 27ാമത്തെ ചോദ്യം which of the following committee was appointed by government of India for reforming the budget and accounts? കമ്മിറ്റി മുഖർജി കമ്മിറ്റിയാണ്, ഓപ്ഷൻ ഡി. 28ാമത്തേത് ടാക്സ് അസസ്മെന്റ് ഈസ് എ ഡാഷ് ക്വാസി ജുഡീഷ്യൽ ആക്ഷൻ ആണ്, ഓപ്ഷൻ എ. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 29ാമത്തെ ചോദ്യം ഓഡിറ്റ് ബോർഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഓപ്ഷൻ ബി 1969. ഈ വർഷങ്ങളൊക്കെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. 30ാമത്തെ ചോദ്യം ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ എസ്റ്റിമേറ്റ് കമ്മിറ്റി? ഓപ്ഷൻ ബി 30 ആണ് എൻ്റെ ആൻസർ. പാർലമെന്റ് കമ്മിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 31ാമത്തേത് finance account of the state is prepared by accountant general of the state, option C. 32ാമത്തെ dash is regarded as a friend, philosopher and guide of the committee on public accounts and public undertakings. ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ചോദ്യമാണ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. ഇത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ വിളിക്കുന്ന പേരാണ്, ഓപ്ഷൻ ഡി. 33ാമത്തേത് the power to grant or refuse leave to the controller and auditor general is vested in the hands of option B, president of India. 34ാമത്തെ ചോദ്യം the most of the government accounts being on dash is kept on single entry system being on cash basis, option C. 35ാമത്തെ ചോദ്യം preparation of monthly civil accounts and yearly appropriation accounts and finance accounts are the responsibility of accountant general, accounts and entitlement. 36ാമത്തേത് a treasury where cash business is conducted by the RBI or its branches or agencies authorized to conduct government business is called, അതിനാണ് നമ്മൾ ബാങ്ക് ട്രഷറി എന്ന് പറയുന്നത്. ബാങ്ക് ട്രഷറിയും നോൺ ബാങ്ക് ട്രഷറിയൊക്കെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. 37ാമത്തേത് ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസേഴ്സ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ടു പ്രിസ്ക്രൈബ് ദ ഫോം ഇൻ വിച്ച് ദ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ ടു ബി മെയിൻറ്റെയിൻ, ആർട്ടിക്കിൾ 150 ആണ്, ഓപ്ഷൻ സി. 38ാമത്തെ ചോദ്യം ട്രാവലിംഗ് അലവൻസ് ഓഫ് എ ഗവൺമെൻറ് സെർവൻറ്റ് ഫോൾസ് അണ്ടർ ദ ഹെഡ്, ഓപ്ഷൻ ബി വാട്ടർ എക്സ്പെൻഡിച്ചർ. 39ാമത്തെ ചോദ്യം unprecedented or unforeseen expenses are usually met from option B, contingency fund. 40ാമത്തേത് the term audit is derived from the Latin word audire which means option C, to hear. ഇതൊക്കെ എൻ്റെ വീഡിയോ ലെസൺസിൽ ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ബുക്കിലെ അതേ സെൻറ്റൻസുകൾ തന്നെയാണ്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ധാരാളം ചോദിച്ചു കാണുന്നുണ്ട് ഇതൊക്കെ. 41ാമത്തേത് without audit no accountability, without accountability no control. Who said this? ഓപ്ഷൻ ബി EL നോർമൻടൺ. ഇതൊക്കെ വീഡിയോ ലെസൺസിൽ ഞാൻ പരിചയപ്പെടുത്തി പോയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. 42ാമത്തേത് വിച്ച് കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് വാച്ച് ഡോഗ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേ സെൻറ്റൻസുകളാണത്, ഓപ്ഷൻ സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. 43ാമത്തേത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് പാർലമെൻറ്റ്, ഓപ്ഷൻ ബി കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണത്. 44ാമത്തേത് ഹൂ ഇസ് ദ പ്രസന്റ് CNAG ഓഫ് ഇന്ത്യ. ഈ ചോദ്യത്തിൽ ഈ പേരുകളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈ പരീക്ഷ നടക്കുമ്പോൾ അത് ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു. 45ാമത്തെ ചോദ്യം വെൻ എ ഫിനാൻസ് ബിൽ ഈസ് പാസ് ബൈ ദ ലെജിസ്ലേച്ചർ ഇറ്റ് ബിക്കംസ് ഡാഷ്. അതിനാണ് നമ്മൾ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. 46ാമത്തേത് ദ ടേം ഡാഷ് റിഫേഴ്സ് ടു മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ഗവൺമെൻറ്റ്സ് ഡെയിലി ക്യാഷ് ബാലൻസ് അറ്റ് എ ലെവൽ സഫീഷ്യൻറ്റ് ടു മീറ്റ് ഇറ്റ്സ് ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ്. ഇതിനെ നമ്മൾ പറയുന്നതാണ് വെയ്സ് ആൻഡ് മീൻസ്, ഓപ്ഷൻ ഡി. വെയ്സ് ആൻഡ് മീൻസ് ഒക്കെ എപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്, അതൊക്കെ ഓർത്ത് വയ്ക്കുക. 47ാമത്തെ ചോദ്യം RBI acts as a banker to all the state governments in India except the state of option B, Sikkim.
48ാമത്തെ ചോദ്യം കോയിൻസ് ആർ ഇഷ്യൂഡ് ഇൻ ഇന്ത്യ അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ ഇന്ത്യൻ കോയിനേജ് ആക്ട് 1906. ഓപ്ഷൻ ഡി 14. 49ാമത്തെ ബാങ്ക് നോട്ട്സ് ആർ ഇഷ്യൂഡ് ബൈ RBI. ഓപ്ഷൻ സി. Which article of the Indian Constitution deals with the Finance Commission? Option C, Article 280. 51ാമത്തെ ചോദ്യം which one of the following is out of the purview of Finance Commission? Option A, grant under Article 282. Article 282 പ്രകാരം കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ. 52ാമത്തെ ചോദ്യം the transactions relating to deposits, advances, remittance and suspense are recorded in dash. Option D, പബ്ലിക് അക്കൗണ്ടിലാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. 53ാമത്തെ ചോദ്യം in contingency fund there is only a dash to record transactions. Option B, single major head. എല്ലാം ഒരു സിംഗിൾ മേജർ ഹെഡിലാണ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. 54ാമത്തേത് which is apex office of Indian Audit and Accounts Department. and apex office എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓപ്ഷൻ ബി. 55ാമത്തെ ചോദ്യം which one of the following is not the responsibility of accountant general? Accounts and entitlement ഇവരുടെ കാറ്റഗറിയിൽ വരാത്ത ഒരു റെസ്പോൺസിബിലിറ്റി അല്ലാത്ത ഓപ്ഷൻ ബി ആണ്. Preparation of annual audit reports on the civil, commercial and revenue transactions of the state. 56ാമത്തെ ചോദ്യം the basic unit focal point for the primary record of financial transaction of government in the district is. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഡിസ്ട്രിക്ട് ട്രഷറി. ഓപ്ഷൻ സി. 57ാമത്തേത് which one of the following is not a function of treasury? ട്രഷറിയുടെ ഫംഗ്ഷനിൽ വരാത്തത് ഓപ്ഷൻ ഡി ആണ്. Authorization of pension and other retirement benefits to employees. 58ാമത്തെ ചോദ്യം which one of the following is not an instrument for financial control? ഫിനാൻഷ്യൽ കൺട്രോളിന് പറ്റാത്ത ഒരു ഇൻസ്ട്രുമെൻറ്റ് അത് ഫിനാൻസിങ് ആണ്. ഓപ്ഷൻ സി. കൂടുതൽ ഫിനാൻസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ കൺട്രോൾ നടപ്പിൽ വരുത്താൻ കഴിയുകയില്ല. 59ാമത്തെ ചോദ്യം എക്സാമിനിങ് ദ പ്രൊപ്രൈറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ഇൻ പ്രോപ്പർ എക്സ്പെൻഡിച്ചർ, വേസ്റ്റ് ഓഫ് പബ്ലിക് മണി ഓർ സ്റ്റോർ എക്സെട്ര ഈസ് കോൾഡ്. ഇതിനാണ് നമ്മൾ പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. ഇത് വളരെ ശ്രദ്ധിക്കണം, ഒത്തിരി വട്ടം ചോദിച്ച് കാണുന്നുണ്ട് ഈ പ്രൊപ്രൈറ്റി ഓഡിറ്റ്. 60ാമത്തേത് which one of the following is not included in 3 E's of the audit? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 3 E's ഇക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. അതിനകത്ത് വരാത്തതാണ് ഇക്കണോമെട്രിക്. ഓപ്ഷൻ ഡി. 61ാമത്തെ ചോദ്യം which one of the following is included in the category of direct tax? ഡയറക്ട് ടാക്സിൻ്റെ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇതിൽ ഡയറക്ട് ടാക്സിൽ വരുന്നതാണ് ഇൻകം ടാക്സ്. ഓപ്ഷൻ എ. 62ാമത്തെ മോത്ത് വാറ്റ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി 1986ലാണ്. 63ാമത്തെ ചോദ്യം ഡാഷ് ഈസ് റെഗുലർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ റിഡംപ്ഷൻ ഓഫ് ലോൺ ഓർ ഡെപ്റ്റ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ലോണുകളും ഡെപ്റ്റുകളും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ബി സിങ്കിങ് ഫണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഇതിനകത്ത് ഒത്തിരി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ പേജിൽ വന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. 64ാമത്തെ ചോദ്യം ഡാഷ് കംപ്രൈസ് ദോസ് ആർട്ടിക്കിൾസ് ഓഫ് സ്റ്റേഷനറി, ഫർണിച്ചർ, ഓഫീസ് എക്യുപ്മെൻറ്റ് എക്സെട്ര വിച്ച് ആർ റിക്വയർഡ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഓഫ് ആൻ ഓഫീസ്. ഇതിനാണ് നമ്മൾ അൺപ്രൈസ്ഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 65ാമത്തെ ചോദ്യം ദ സ്കോപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് അണ്ടർ ദ ആക്ട് ഓഫ് 1971. ദ സ്കോപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 66ാമത്തെ ചോദ്യം ദ ടെന്നർ ഓഫ് C&AG ഈസ് ഡാഷ്. ഓപ്ഷൻ എ 6 years or 65 years, whichever is earlier. 67ാമത്തേത് ഹൂ ഷാൽ ഹാവ് ദ അതോറിറ്റി ടു ഇൻസ്പെക്ട് എനി ഓഫീസ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ ഓർ എനി സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് ട്രഷറീസ്. ഓപ്ഷൻ ഡി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 68ാമത്തെ ചോദ്യം ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അണ്ടർ പാരഗ്രാഫ് 12 ഓഫ് ദ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഓർഡർ 1936 ഈസ് സബ്മിറ്റഡ് ടു ദ ഡാഷ് ബൈ C&AG. ഇത് C&AG സബ്മിറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. 69ാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓഫീസ് ഈസ് നോട്ട് ഓഡിറ്റഡ് ബൈ C&AG? C&AG ഓഡിറ്റ് ചെയ്യാത്ത ഓഫീസ് ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 70ാമത്തെ ചോദ്യം ആർട്ടിക്കിൾ 151 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്. ഓപ്ഷൻ സി ഇത് ഡീൽ ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ്. 71ാമത്തെ ചോദ്യം ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ shall only be removed from the office in the same manner and on the same ground as option C judges of Supreme Court.
സുപ്രീം കോടതി ജഡ്ജിനെ നീക്കം ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഉള്ളത്. 72ാമത്തെ ചോദ്യം, ദ ആനുവൽ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഷാൽ ബി ഗിവൻ ടു ദ സബ്സ്ക്രൈബേഴ്സ് ഓൺ ഓർ ബിഫോർ. ഡേറ്റ് ഓർക്കണം, വളരെ പ്രധാനപ്പെട്ട ഡേറ്റ്. ഓപ്ഷൻ ഡി 31st August. 73ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് എ മേജർ ഹെഡ് ഇൻഡിക്കേറ്റ്സ് ഡാഷ് ടു വിച്ച് ദ മേജർ ഹെഡ്സ് പെർറ്റെയിൻസ്. ഓപ്ഷൻ എ സെക്ഷൻ. 74ാമത്തേത്, എക്സ്പെൻഡിച്ചർ വിച്ച് ആർ നോട്ട് സബ്ജക്ട് ടു വോട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ ഈസ് കോൾഡ്. ഇതിനാണ് നമ്മൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്നത്. ഓപ്ഷൻ എ. 75ാമത്തേത്, which of the following statement is true regarding C&AG, both A and B? എന്ന് പറഞ്ഞാൽ C&AG shall not be eligible for further office either under Government of India or Government of any states. ട്രൂ ആണെന്നർത്ഥം. The administrative expenses of the C&AG including salary and allowances and pension shall be charged under consolidated fund. A, B യും ശരിയാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 76ാമത്തെ ചോദ്യം, ദ സർവീസ് ബുക്ക് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ഷാൽ ബി വെരിഫൈഡ് വൺസ് ഇൻ ഡാഷ് ഇയേഴ്സ്. വൺസ് ഇൻ 4 years ആണ്. ഓപ്ഷൻ എ. 77ാമത്തെ ചോദ്യം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ ഈസ് എ ഡാഷ് ഫംഗ്ഷൻ. ഓപ്ഷൻ ബി ജുഡീഷ്യൽ ഫംഗ്ഷൻ ആണ്. 78ാമത്തെ ചോദ്യം, പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ ആൻഡ് ലെഡ്ജർ ആർ എ പാർട്ട് ഓഫ്. ഓപ്ഷൻ ബി ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് ആണത്. 79ാമത്തെ ചോദ്യം, പാർട്ട് 2 ഓഫ് ദ ഗവൺമെൻറ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഡാഷ്. ഓപ്ഷൻ എ. അതിൽ വരുന്ന കണ്ടിജൻസി ഫണ്ടുകളാണ്. 80ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ അക്കൗണ്ട്സ്. ഓപ്ഷൻ ഡി ഡീറ്റെയിൽഡ് മൈനർ ഹെഡ്. 81ാമത്തെ ചോദ്യം, ദ സർവീസ് ഡീറ്റെയിൽസ് ഓഫ് ഗസറ്റഡ് എംപ്ലോയീസ് ആർ കെപ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ബൈ ഡാഷ്. ഇത് കീപ്പ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഓപ്ഷൻ എ അക്കൗണ്ടന്റ് ജനറൽ എ ആൻഡ് ഡി. 82ാമത്തെ ചോദ്യം, ഹൗ മെനി പാർട്സ് ആർ ദർ ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്സ്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 parts. ദർ ആർ 3 parts. ഓപ്ഷൻ സി. 83ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇന്റേണൽ ചെക്ക്. ദ പ്രിപ്പറേഷൻ ഓഫ് പേറോൾ ആണ്. ഓപ്ഷൻ ഡി. 84ാമത്തെ ചോദ്യം, ഫിനാൻസ് അക്കൗണ്ട്സ് ആർ ജനറലി പ്രിപ്പയർഡ് ഇൻ ഡാഷ് പാർട്സ്. അതിന് 2 പാർട്ടുകളാണ് ഉണ്ടാവുക. ഓപ്ഷൻ ബി 2 parts. 85ാമത്തെ ചോദ്യം, വിച്ച് among the following is the youngest financial committee. ഫിനാൻഷ്യൽ കമ്മിറ്റികളിൽ ഏറ്റവും അവസാനം വന്നാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഓപ്ഷൻ ഡി. 86ാമത്തെ ചോദ്യം, മോത്ത് വാഡ് ഈസ് റിലേറ്റഡ് ടു. ഇത് എക്സൈസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു ടേമാണത്. 87ാമത്തെ ചോദ്യം, ഓൾ ദ ട്രാൻസാക്ഷൻസ് ഓഫ് ദ കണ്ടിജൻസി ഫണ്ട് ആർ റെക്കോർഡഡ് ഇൻ എ ഡാഷ്. ഇതിനെ നമ്മൾ പറയുന്നത് സിംഗിൾ മേജർ ഹെഡിലാണത് റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ. 88ാമത്തേത്, which article empowers the government of India to allocate plan grants to state governments. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് പ്ലാൻ ഗ്രാൻസ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ ബി 282. 89ാമത്തെ ചോദ്യം, വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് പരിശോധിക്കുന്നത്. ഓപ്ഷൻ ഡി. 90ാമത്തെ ചോദ്യം, വിച്ച് among the following is a commercial department. കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യം ഒത്തിരി വട്ടം ചോദിച്ച് കാണുന്നതാണ്. കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ദ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. 91ാമത്തെ ചോദ്യം, ദ PF നമ്പർ അലോട്ടഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ്. എവിടെയാണിത് രേഖപ്പെടുത്തുന്നതെന്നാണ്. ഓപ്ഷൻ ഡി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ ഇൻഡെക്സ് രജിസ്റ്റർ. 93ാമത്തെ ചോദ്യം, എ കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പാർട്ട്ലി ബൈ വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് കോൾഡ്. ഇതിനാണ് നമ്മൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ 51% കുറയാത്ത ഓഹരികൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും എന്നർത്ഥം. അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൊടുക്കുന്നതൊക്കെ ഗവൺമെൻറ് ആയിരിക്കും. 94ാമത്തേത്, ഗവൺമെൻറ് റിഫേർഡ് ഇൻ കേരള അക്കൗണ്ട് കോഡ് ഈസ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി. അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ ബോത്ത് ഓഫ് കോണ്ടെക്സ്റ്റ് മേ ഇംപ്ലൈ. ചില കോണ്ടെക്സ്റ്റുകളിൽ ഇത് രണ്ടും ആകാമെന്നർത്ഥം. 95ാമത്തെ ചോദ്യം, ദ ബജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് ഡിഫൻസ് ഈസ് പ്രിപ്പയർഡ് ബൈ. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫിനാൻഷ്യൽ അഡ്വൈസർ ഡിഫൻസ്, അവരാണ് ഇതിൻ്റെ ബജറ്റ് എസ്റ്റിമേറ്റ്, ഡിഫൻസിൻ്റെ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ.
96-ാമത്തെ ചോദ്യം ഈച്ച് ട്രഷറി ഈസ് ഇൻസ്പെക്റ്റഡ് പീരിയോഡിക്കലി ബൈ എ ഡാഷ് ഡെപ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ബൈ ദ അക്കൗണ്ടൻറ്റ് ജനറൽ. അത് ഓപ്ഷൻ ബി ഗസറ്റ് ഓഫീസർ. അക്കൗണ്ടൻറ്റ് ജനറൽ ഡെപ്യൂട്ട് ചെയ്യുന്ന ഒരു ഗസറ്റ് ഓഫീസർ ഓരോ ട്രഷറിയും പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. 97-ാമത്തെ ചോദ്യം കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. ശ്രദ്ധിക്കേണ്ട ഒരു ഇയറാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി 1950. 98-ാമത്തേത് ദ അക്സെപ്റ്റൻസ് ഓഫ് കൗണ്ടർഫൈറ്റ് നോട്ട് ഓർ കോയിൻസ് റിസീവ്ഡ് ഇൻ എ ട്രഷറി ഈസ് ട്രീറ്റഡ് ആസ്. അതായത് നശിപ്പിക്കപ്പെട്ട നോട്ടുകൾ ട്രഷറിയിൽ സ്വീകരിക്കുമ്പോൾ അതിനെ നമ്മൾ ലോസ് ഓഫ് ക്യാഷ് ആയിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ. 99-ാമത്തേത് ദ ട്രാൻസിറ്റ് പേ ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ഈസ് ഡാഷ് ടു ദ ബൊറോയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദ ബൊറോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. 100-ാമത്തെ ചോദ്യം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കണ്ടക്ട് ഡാഷ് ആൻഡ് ഡാഷ് ഓഡിറ്റ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എത്തരം ഓഡിറ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്? അത് അക്കൗണ്ടൻസി ആൻഡ് റെഗുലാരിറ്റി ഓഡിറ്റ് എന്നാണ് പറയുന്നത്. അതാണ് 100-ാമത്തെ ചോദ്യം. ഇതോടെ നമ്മുടെ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തീരുകയാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ചില ക്വസ്റ്റ്യൻ നമ്പേഴ്സ് സ്കിപ്പ് ചെയ്തേക്കണ കാണാം. തെറ്റുമൂലം PSC ഒഴിവാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ്. താരതമ്യേന തെറ്റുകൾ കുറവായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. താരതമ്യേന ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നത്. ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് കിടക്കണമെന്ന് നോക്കി മനസ്സിലാക്കുക. ഇതോടെ ഞാനിവിടെ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക.